എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ദീപാവലി സ്പെഷ്യലായിട്ട് ഈ ശർക്കരയുടെ മുകളിൽ തന്നെ ഈ പതയുണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് മാറ്റി കളയണേ. അതതിൻ്റെ അഴുക്കാണ്. ദീപാവലി സ്പെഷ്യലായിട്ട് അവൽ കോക്കനട്ട് ലഡുവാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അവൽ കോക്കനട്ട് ലഡു എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു 1.5 കപ്പ് ശർക്കര ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര നമ്മൾ 1.5 കപ്പ് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മെൽറ്റായാൽ മതി. അതിൻ്റെ നൂൽപ്പരിവൊന്നും ആവണ്ട. അതിനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കണം. ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കപ്പ് എൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കയ്യിലുള്ള ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു അവലെടുക്കണ അതേ ഇതിൽ തന്നെ മറ്റുള്ള സാധനങ്ങളും അളന്നെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ അവലിനെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞെടുത്താണ്. അതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അവലിനെ ഒരു 5 to 6 മിനിറ്റ്സ് ഇതിനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും എണ്ണ ഒഴിക്കാണ്ട്. നമ്മൾ അവൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞ് വരണം. കണ്ട പൊട്ടി പോണ രീതിയിലാവണ വരെ ഇതിനെ വറുത്തെടുക്കണം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. ഇനിയും ഇത് കച്ചയായിട്ട് കിടക്കരുത്. കച്ചയായിട്ട് കിടക്കുമ്പോൾ ലഡുവിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയും പിന്നെ കടലയാണിത്. കടല പരിപ്പല്ല. ഇത് ഞാനിപ്പോൾ ഈ പ്രാവശ്യം ദീപാവലിയുടെ സാധനങ്ങൾ മേടിക്കാൻ ചെന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഉള്ളത് ഞാൻ പീനട്ട്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ റോസ്റ്റ് ചെയ്ത് വറുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വച്ചേക്കുന്നതാണ്. ഇത് ഓൾറെഡി തൊലി കളഞ്ഞ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇനി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് കോസ് പൗഡറായിട്ട് തരിതരിപ്പായിട്ട് വേണം ഇതും പൊടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ അവലും നമ്മൾ കോസ് പൗഡറായിട്ടാണ് പൊടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ അവൽ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കപ്പ് 2 കപ്പ് വരെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് നാളികേരം ഫ്രഷ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഈ നമ്മുടെ അതേ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലഡു കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പൊടിക്കുമ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് പൊടിഞ്ഞു വന്നോളും. ഇത് കോക്കനട്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 to 4 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. ഇനി നമ്മളിതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിഞ്ഞാൽ ഒരിക്കലും അവലിൻ്റെ കൂടെ ഇത് ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യരുത്. കാരണം അവലപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തിട്ട് കുറേ സമയം എടുക്കുകയും ചെയ്യും. നമുക്കത് കറക്റ്റ് അത് ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ അവലിൻ്റെ ചൂടാറിയിട്ടുണ്ട്. അതിനെ മിക്സിയുടെ ജാറിൽ ഒരുമിച്ച് ഇടണ്ട. കുറച്ച് ഒരു 2 ഭാഗമായിട്ട് ഇട്ടിട്ടൊന്ന് കോസ് പൗഡറായിട്ടൊന്ന് ഒരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചിടുക. ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ എങ്ങനെ പൊടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവിലും കുറച്ച് പീനട്ടും കടലയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തത് കേട്ടോ. കാരണം വെച്ചാൽ ഒരുമിച്ച് നമ്മൾ കടലയും പീനട്ടും നാളികേരവും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എണ്ണയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് കിടന്ന് കുഴയും ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അവിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം അവിലൊക്കെ റോസ്റ്റ് ചെയ്ത അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനൊന്ന് അരിച്ചിട്ട് ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് തീ ഓൺ ചെയ്യുക. അപ്പോൾ ആ ശർക്കരപ്പാനി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടി ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ ശർക്കരപ്പാനി ശരിക്കും ഒന്ന് ജസ്റ്റ് ചൂടായി വരാനേ പാടുള്ളൂ. ഒരുപാട് ഇങ്ങനെ നൂൽപ്പരിവൊന്നും ആയി പോകണ്ട. ആ ചൂടായി വന്ന സമയത്ത് തന്നെ ഈ പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിൻ്റെ വെള്ളം കൂടിപ്പോയി കുറഞ്ഞു പോയി ചെയ്ത് കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ലൈറ്റായിട്ട് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം.
ഉണ്ടാക്കി വെച്ച ലഡുവിൻ്റെ മിക്സ്ചർ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അളവിലെടുത്തിട്ട് കയ്യിൽ എണ്ണയൊന്നും വേണ്ട, ഇതിൽ തന്നെ എണ്ണയുണ്ട്. നമ്മൾ ആ നെയ്യും കൂടി ചേർത്തേക്കണോണ്ട് കണ്ടില്ലേ എണ്ണ ഇങ്ങനെ പുറത്തേക്ക് കിനിഞ്ഞ് വരും. അതുകൊണ്ട് ശരിക്കും ഇതിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നെയ്യ് ചേർക്കാണ്ട് നമ്മൾ ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഡയറ്റ് ചെയ്യണവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലഡു ആട്ടോ അത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുക്കട്ടെ. നമ്മുടെ അവൽ കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരെണ്ണം ഇത്തിരി കഴിച്ച് നോക്കട്ടെ. നല്ല കറക്റ്റ് പാകത്തിന് മധുരമാണ്. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ശർക്കരയും കൂടി ആഡ് ചെയ്യാം, പക്ഷേ കൂടുതലായിരിക്കും അത്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡുവാണ്. ഡയറ്റ് ചെയ്യണവർക്കൊക്കെ ഒരെണ്ണം കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും ഇത് ഉരുട്ടി സുഖമായിട്ട് ഇടുക. ഇനി ഇതിങ്ങനെ അല്ലാണ്ട് കുറച്ച് അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളും. അപ്പോഴും കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ദീപാവലിയായിട്ട് എല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.